എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ ഈ ഒരു ടേബിളും ഷെൽഫൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ബ്ലാക്ക് കളർ എന്തോ പെയിൻറ് എന്തോ ആയതാണ്, ഞാൻ കുറേ നോക്കിയത് പോകുന്നില്ല. ഞാൻ ഈ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി കാലമായി, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് വൃത്തിയാക്കാനുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യമായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വൃത്തിയാക്കാനും സാധനങ്ങളൊക്കെ ഒതുക്കിയൊക്കെ വെക്കാൻ ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഒരു മൂടൊക്കെ തോന്നും, അപ്പോൾ അങ്ങോട്ട് വൃത്തിയാക്കും ഒക്കെ ചെയ്യും. ഈ ചാനലിൽ എങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്ന് നിങ്ങളുടെ സജഷൻസും കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി ഈ കാണുന്ന ഡ്രോയിങ്, പെയിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തേക്കാം. ഇതൊക്കെ ഞാൻ എത്ര ഒതുക്കിച്ചാലും വീണ്ടും പഴയ പോലെ തന്നെയാവും. അതും പറഞ്ഞിട്ട് ഒതുക്കിയേക്കാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന കമൻറ്റ് ഞാൻ പിന്നീട് എടുക്കുന്നതായിരിക്കും. എൻ്റെ ഏറ്റവും കൂടുതലുള്ളത് ഈ കളർ പെൻസിലും സ്കെച്ചുകളൊക്കെയാണ്. ഓയിൽ പേസ്റ്റും ക്രയോണും വാട്ടർ കളറും പെയിൻറ്റൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. ഈ ഒരു ഷാർപ്പനറും ഇറേസറും ഈ പേനകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനങ്ങനെ എല്ലാ സ്റ്റേഷനറി സാധനങ്ങളൊന്നും ഇതിൽ വെക്കണില്ല, കുറച്ചൊക്കെ വെക്കുന്നുള്ളൂ. ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചാൽ ഈ ഒരു ഡ്രോയിങ് സെറ്റ്, ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി? എനിക്കിത് നല്ല ഇഷ്ടമാണ്. ഇതിലൊക്കെ അടിപൊളി സാധനങ്ങളാണ്. ഉള്ള കുറച്ച് പെയിൻറ്റ് ബ്രഷൊക്കെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളൊന്നും കാണാനില്ല. ഇതങ്ങനെ ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇതിൽ ഇനിയും സാധനങ്ങളൊക്കെ വെക്കാണ്ട്, അപ്പോൾ ഞാൻ കണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് വെച്ചതാണ്. ഇനി ആ വലിയ ഡ്രോയിങ് സെറ്റില്ലേ, അതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടേബിളിൻ്റെ മുകളിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ വിശാലമായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം, എന്നാലും അങ്ങനെ ഇരിക്കലൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ഫ്രെയിമും വേറെ കുറച്ച് സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ടേബിളിൻ്റെ കാര്യമൊക്കെ ഒരുവിധം കഴിഞ്ഞു. നെക്സ്റ്റ് കുറച്ച് പോളറോയിഡ്സ് എൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ചെമ്പരമ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചെമ്പരമ കുറച്ച് പോളറോയിഡ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ പോളറോയിഡ്സും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല, ഇനിയും കുറച്ച് ഒട്ടിക്കാനുണ്ട്. അത് ഞാൻ പിന്നെ ഒട്ടിക്കാച്ചിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ പോലെ ഈ പോളറോയിഡ്സും ഫോട്ടോസൊക്കെ ചെമ്പരമ ഒട്ടിച്ചേക്കാൻ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് മേടിച്ചേക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഞാൻ കുന്നംകുളം പോയപ്പോൾ 15 രൂപക്ക് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു കവർ പോലത്തെ സാധനത്തിൽ ഇട്ടേക്കുന്നുണ്ട്. അവിടെ പോയപ്പോൾ ഞാൻ വേറെ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളും അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് വീഡിയോ ആക്കിയിട്ടിടാം. ഈ ഒരു സാധനം കണ്ടോ, ഇത് എന്താണെന്ന് അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് ശരിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. ആദ്യമേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തു, പിന്നെ ഈ ഒരു എയർ ഫ്രഷ്നറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തീരെ വെള്ളം കുടിക്കാത്തതുകൊണ്ട് എൻ്റെ വാട്ടർ ബോട്ടിലും. ഈ ഒരു പ്ലാന്റ് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാനതിൻ്റെ ടേബിളിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് വേറെ എവിടെയെങ്കിലും വെക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഉള്ള ഒത്തിരി ഹോമിയോ ഗുളികയൊക്കെ കിട്ടുന്ന ബോട്ടിൽസ് ഇരിക്കുന്നുണ്ട്, ഒത്തിരി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു കവറിലാക്കി ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പോഞ്ചുകളും എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ കുറച്ച് പഞ്ഞും ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഓരോരോ കവറിലാക്കിയിട്ട് ഈ ഒരു ബോക്സിലാക്കി എടുത്തേക്കാണ്. ഈ ഒരു ഫ്രെയിമിൻ്റെ ഉമ്മാൻ്റെ കസിൻ ഗ്ലാസ് പെയിൻറ്റിങ് അങ്ങനെ എന്തോ ചെയ്തതാണ്, അപ്പോൾ അത് ഞാൻ ചെമ്പരമ വെച്ച് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് റൂം കാര്യമായിട്ട് തന്നെ നന്നായിട്ട് അടിച്ചു തരുന്നുണ്ട്. ഇനി ഞാനായതുകൊണ്ട് ഏത് കാലത്ത് അടിച്ചവരാനാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിക്കുമ്പോൾ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഈ റൂം ഞാൻ എത്ര അടിച്ചു കാര്യാലും വീണ്ടും ഇവിടെ ഇരുന്നിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒത്തിരി കച്ചറയാവും. എന്നാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അടിച്ചു വരികയാണ്ടാന്ന് എനിക്കറിയില്ല, കച്ചറൊക്കെ കുറവായിരുന്നു. അടിച്ചു വരിയതിന് ശേഷം പിന്നെ നില നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.